അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ബൈ-ഇലക്ഷൻ. 2ാം സ്ഥാനത്ത് BJP. പരിതാപകരമായ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്യുന്നത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്ന വല്ല അറിയാവുന്ന സീറ്റാണ്. ഞാനവിടെ ഒരു മാസം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. ഓരോ മണ്ഡലവും ഓരോ ബൂത്തും കൃത്യമായിട്ട് അറിയാം. മനഃപൂർവ്വമായി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥി. അതിന് പകരം ഇവർ തമ്മിലൊരു കച്ചവടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂല് കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് BJP. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോഴും BJP ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കുന്നു. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷെ എന്റെ പ്രശ്നത്തെ നാണം കെട്ട പാർട്ടി എന്ന് ഒരു BJPക്കാരനെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അതാണ് എന്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് രാഷ്ട്രീയം പഠിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കുമില്ല, കേരളത്തിൽ ഒരാൾക്കും. അതാണ് എനിക്കുള്ള മറുപടി. ഈ 10 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അതിപ്പോ നിങ്ങളോട് പറയുന്നില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങളവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ 10 സീറ്റുകളിൽ CPM ദുർബലമായ അവസ്ഥയിലായതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടെയൊക്കെയാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? ഇന്ത്യയിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് BJPയുടെ B ടീമാണ്. ഇന്ത്യയിൽ പിണറായി വിജയൻ അല്ലാതെ ഒരാളും പറയില്ല. കാരണം ഈ BJPക്കെതിരായും വർഗീയതയ്ക്കെതിരായും സംഘപരിവാറിനെതിരായും സന്ധിയില്ലാതെ പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ആർക്കാണ് ഇന്ത്യയിൽ അറിയാൻ പാടാത്തത്? രാഹുൽ ഗാന്ധിയുടെ ശത്രുക്കൾ പോലും പറയും അങ്ങനെ അദ്ദേഹം പോരാട്ടം നടത്തുന്നില്ല. അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ആക്രമണമാണ് അവർ അയച്ചുവിടുന്നത്. അവരുമായിട്ട് നിന്നുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടമാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ എല്ലാ ഇവിടെ തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലടയ്ക്കാൻ നോക്കിയതാണ്.